ഇസ്രയേലുമായിട്ടുള്ള മുൻ സംഘർഷങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാൻ ഇറാൻ വലിയ തോതിലുള്ള മിസൈലുകളുടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഒരേ സമയം ഡസൻ കണക്കിന് മിസൈലുകളായിരുന്നു അതിനായിട്ട് ഇറാൻ ഉപയോഗിച്ചത്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷിയെ ലക്ഷ്യം വെക്കുന്നതിനാലാണ് ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളിലേക്ക് തിരിഞ്ഞത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിൽ ആരംഭിച്ച അതിശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവിനെ നടുക്കി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ടെൽ അവീവിലെ ഒരു തെരുവിൽ മിസൈൽ പതിച്ചതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഒരു കാര്യമാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന വാർ ഹെഡുകൾക്ക് പകരം കൂടുതൽ വിനാശകരമായിട്ടുള്ള ക്ലസ്റ്റർ ബോംബ് സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഈയൊരു ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മിസൈൽ പതിച്ച സ്ഥലത്ത് വൻതോതിലുള്ള കുഴികളും തകർന്ന വാഹനങ്ങളും പരിഭ്രാന്തരായിട്ടുള്ള ജനക്കൂട്ടവും ഒക്കെ ആ ഒരു വീഡിയോയിൽ കാണാമായിരുന്നു. ആകാശത്ത് നിന്ന് കൂട്ടത്തോടെ തിളങ്ങുന്ന വസ്തുക്കൾ വലിയൊരു പ്രദേശത്തേക്ക് ചിതറിപ്പതിക്കുന്നതിന്റെ ചില ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാന്റെ ഈ ക്ലസ്റ്റർ ബോംബുകളിൽ നിന്നുള്ള ചെറിയ സ്ഫോടക വസ്തുക്കളാണ് ഇതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പലരും ചിന്തിക്കുന്നത് എന്താണ് ഈ ക്ലസ്റ്റർ ബോംബ് എന്നുള്ളതാണ്. ഒരു വലിയ മിസൈലോ റോക്കറ്റിലോ വിമാനത്തിൽ നിന്നുള്ള ബോംബിലോ നിന്ന് നിരവധി ചെറിയ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ബോംബ് ലൈറ്റുകൾ ചിതറിക്കുന്ന മാരകമായിട്ടുള്ള ഒരു ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ. താഴേക്ക് പതിക്കുന്നതിനിടെ ഇത്തരം മിസൈലുകളുടെ മുകൾ ഭാഗം തുറക്കുകയും 8 കിലോമീറ്റർ ചുറ്റളവിൽ 2.5 കിലോഗ്രാം വീതം സ്ഫോടക വസ്തുക്കളുള്ള 20ഓളം ചെറിയ ബോംബുകൾ ചിതറിക്കുകയും ചെയ്യും. ഇസ്രായേൽ പ്രതിരോധ സേന IDF ഇതിനെ വിശദീകരിച്ചത് എങ്ങനെയാണ്? വലിയ ഒരു പ്രദേശത്ത് ഒരേ സമയം നാശം വിതയ്ക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിക്കും. ഈ ആയുധങ്ങളുടെ കടന്നുവരവ് എന്ന് പറയുന്നത് സംഘർഷത്തിന്റെ ഗതി മാറ്റുമെന്നാണ് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒറ്റ സ്ഫോടനം നടക്കുന്നതിന് പകരം ക്ലസ്റ്റർ വാർ ഹെഡുകൾക്ക് വിശാലമായിട്ടുള്ള മേഖലയിലുടനീളം നിരവധി ചെറിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാർക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ തുടർച്ചയായി തൊടുത്തുവിടുന്ന ക്ലസ്റ്റർ മിസൈലുകളാണ് ഇസ്രായേലിലുടനീളം നാശം വിതയ്ക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിലോമീറ്ററുകളോളം നാശം വിതയ്ക്കാൻ ഈ ക്ലസ്റ്റർ മിസൈലുകൾക്കാകും. ഒരു വലിയ മിസൈൽ വായുവിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും അതിനുള്ളിൽ 100 കണക്കിന് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒരു നിശ്ചിത പ്രദേശത്തേക്ക് ചിതറി വീഴുകയും ചെയ്യുന്ന രീതി കൂടിയാണിത്. ഒരു പോയിന്റിൽ മാത്രം സ്ഫോടനം നടത്തുന്നതിന് പകരം കിലോമീറ്ററുകളോളം ദൂരത്തിൽ നാശം വിതയ്ക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതി സ്വീകരിച്ചു വരികയാണ് ഇറാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഏത് വിധേനയും ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും ഇറാനെ സംബന്ധിച്ചിടത്തോളം പുതിയ മിസൈലുകളും ഡ്രോണുകളും പരിചയപ്പെടുത്തുമ്പോൾ ഈ ക്ലസ്റ്റർ ബോംബുകളും വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവായിട്ട് മാറുകയാണ്. അതിന്റെ ആഘാതം കൂട്ടുന്ന ചിത്രങ്ങളാണ് ഈ ഇസ്രായേലിൽ നിന്നൊക്കെ പുറത്തു വന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും ആക്കുന്നുണ്ട്.